പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് പിന്നെ കോഹ്ലിയുടെ സോറി നമ്മുടെ എലിസബത്തിന്റെ സഹോദരന്റെ ടെസ്റ്റ് മറ്റു കുറെ വാട്സപ്പ് ചാറ്റുകളും എന്നോ 22 കൊടുത്ത എന്തൊരു കംപ്ലൈന്റ്, 4 കൊടുത്ത കംപ്ലൈന്റ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കുറെ കംപ്ലൈന്റ്, ഇതാണ് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇതാണോ വലിയ കേസ്? ഇതെന്താ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസല്ലേ? ഇതെന്തോ 1-2 ചാറ്റുകളും കൊണ്ടുവന്നിട്ട് എന്റെ മാമ പറഞ്ഞാൽ കഷ്ടപ്പെടുത്തല് കാര്യങ്ങളുള്ള പാവമാണെന്നൊക്കെ പറയുമെങ്കിലും മാമ ബാക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ് മക്കൾ പറഞ്ഞോ എന്നുള്ളത്. അപ്പോ എന്തായാലും ഇതും ചീറ്റിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം, ബാലയെ കല്യാണം കഴിച്ചതിന് ശേഷം ബാലയെ ചീറ്റ് ചെയ്തുകൊണ്ട് ഈ എലിസബത്ത് വേറെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങനെയാണോ പറഞ്ഞത്? മുമ്പ് പിന്നെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ഡോക്ടറെ കെട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയാമായിരുന്നു. ഇതല്ലാതെ ഇതിന്റെ ഇടയിൽ നടന്ന കേസ് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ശരി, ഓക്കെ. ബാല അറിയാതെ വീണ്ടും വേറെ വിവാഹം കഴിച്ചു, അതിനുശേഷം വീണ്ടും ബാലയുടെ അടുത്ത് വന്നു എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. 3-4 കെട്ടിയവനല്ലേ ഈ പറയുന്ന ബാല കുറെ കെട്ടിയില്ല. അപ്പോ വിത്ത് ഓൾ റെസ്പെക്ട് കോഹ്ലി ആന്റിയുടെ അടുത്ത്, കോഹ്ലി താത്തയുടെ അടുത്ത്, കോഹ്ലി അക്കയുടെ അടുത്ത് എനിക്ക് ഇത്രയും പറയാനുള്ളൂ, ചീറ്റിപ്പോയി. താങ്കൾ തന്നെ ഒരു പെണ്ണാണെന്ന് പറയുന്നുണ്ട്. ആ പെണ്ണ് മറ്റുള്ള ഒരു പെണ്ണാണെന്നുള്ള ഒരു ബോധ്യം താങ്കൾക്ക് വേണം. മറ്റുള്ള പെണ്ണിനെ ചതിച്ചിട്ടല്ല മറ്റൊന്നും ചെയ്യാനുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.